അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഈക്വൽ ട്രയാങ്കിൾസ്. ആ ചാപ്റ്ററിലെ എന്താണ് സെക്ഷൻ. പക്ഷെ ആ സെക്ഷൻ 4 മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. പുസ്തകത്തിലെ പേജ് നമ്പർ 30 എടുത്തോ. അവിടെ എഴുതിയ കാര്യങ്ങൾ കണ്ടോ? ലെറ്റ് us summarize what we have seen so far. അതായത് ഈ പാഠത്തിലെ കഴിഞ്ഞ 3 സെക്ഷനുകളിലൂടെ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് ഒന്ന് ചുരുക്കി പറയാം. എന്ന് പറഞ്ഞാൽ എന്താ? എ ട്രയാങ്കിൾ ഹാസ് 6 മെഷേഴ്സ്. ഒരു ട്രയാങ്കിളിന്, ഒരു ത്രികോണത്തിന് എത്ര മെഷർമെന്റ് ഉണ്ട്, എത്ര അളവുകളുണ്ട്? ധൈര്യമായിട്ട് പറയൂ. 6, 6 എത്ര ഉണ്ട്? ഏതൊക്കെയാണ് ആ മെഷർമെന്റുകൾ? ട്രയാങ്കിളിന്, ത്രികോണത്തിനുള്ള 6 മെഷർമെന്റുകൾ, 6 അളവുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന്റെ 3 സൈഡ്സും 3, ഇത് 2 എണ്ണമാണ് ഒരു ട്രയാങ്കിളിനുള്ള 6 മെഷർമെന്റുകൾ. വായിച്ചാട്ടെ. എ ട്രയാങ്കിൾ ഹാസ് 6 measures, the length of 3 sides and the size of the 3 angles. If all these 6 measurements are the same in 2 triangles, we can so place them one over the other that they coincide. അതായത് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകളും 3 ആംഗിളുകളും മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡുകളോടും 3 ആംഗിളിനോടും എന്തായാൽ ഈക്വലായ, നമുക്കതിലെ ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിന്റെ പുറത്തോട്ട് മറ്റൊരു ട്രയാങ്കിൾ എന്ത് ചെയ്യാൻ പറ്റും? എടുത്തു വെക്കാൻ പറ്റും. വെറുതെ വെക്കുവല്ല, ഒന്നിനെ പൂർണ്ണമായും ചേർന്നിരിക്കുന്ന വിധത്തിൽ മറ്റൊരു ട്രയാങ്കിൾ എന്ത് ചെയ്യാൻ പറ്റും? എടുത്തു വെക്കാൻ പറ്റും. ഓക്കെ, ബാക്കി വായിച്ചാട്ടെ. ഇൻ അതർ വേർഡ്സ് ദേ ആർ ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ നമ്മൾ ആ 2 ട്രയാങ്കിളുകളെയും ആ 2 ത്രികോണങ്ങളെയും എന്ത് പേര് വിളിക്കുന്നു? ഈക്വൽ ട്രയാങ്കിൾസ്. മലയാളത്തിലാണെങ്കിൽ പറയും തുല്യ ത്രികോണങ്ങൾ. എന്താണ്? ഇനി ഞാനൊക്കെ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴും പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ഇതിന് പകരം വേറെ ഒരു വാക്കാണ് ഉണ്ടായിരുന്നത്. അതിന്റെ പേരാണ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ്. ഇപ്പൊ പുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്കില്ല. അതിന് പകരം എന്ത് വാക്കാണുള്ളത്? ഈക്വൽ ട്രയാങ്കിൾസ്. ഇതിന്റെ മലയാളം സർവസമ ത്രികോണങ്ങൾ എന്നായിരുന്നു. എന്തായിരുന്നു ആ വാക്കിന് അർത്ഥം? കിടപ്പുണ്ട്. സർവസമം എന്ന് വെച്ചാൽ എല്ലാം തുല്യമായത്, എല്ലാം തുല്യമായി. ബാക്കി വായിച്ചാട്ടെ. ടു ചെക്ക് വെദർ 2 triangles ആർ ഈക്വൽ. 2 ട്രയാങ്കിളുകൾ, 2 ത്രികോണങ്ങൾ ഈക്വൽ ആണോ, തുല്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഷുഡ് വി കമ്പയർ ഓൾ ദീസ് 6 മെഷേഴ്സ്. അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരുന്നു. 2 ട്രയാങ്കിളുകൾ ഈക്വൽ ആണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടേ ഈ 3 സൈഡും 3 ആംഗിളൂടെ ചേർത്ത് 6 മെഷർമെന്റുകളും ചെക്ക് ചെയ്യണോ? 6 മെഷർമെന്റുകളും ചെക്ക് ചെയ്യണോ? എന്താണ് ഉത്തരം എന്ന് വായിച്ചാട്ടെ. വാട്ട് വി ഹാവ് സീൻ ഈസ് ദാറ്റ് വി നീഡ് ചെക്ക് ഓൺലി 3 മെഷേഴ്സ് വിച്ച് ആർ സ്പെഷ്യലി ചൂസൺ. അപ്പോ നമ്മൾ 6 മെഷർമെന്റുകൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു 3 മെഷർമെന്റുകൾ, 3 അളവുകൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ മിണ്ടുന്നില്ല. 3 അളവുകൾ എന്ത് ചെയ്താൽ മതി? ചെക്ക് ചെയ്താൽ മതി. അത്രയും കാര്യം ഓക്കെ ആയോ? ഇനി അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരും. കാരണം അതാണ് നമ്മൾ 3 സെക്ഷനിലായിട്ട് എന്ത് ചെയ്തത്, പഠിച്ചത്. രണ്ടൊരു ബോക്സ് കൊടുത്തേക്കുന്നുണ്ടെന്ന് വായിച്ചാട്ടെ. If in 2 triangles any of the set of 3 measures listed below are the same, then the other 3 measures are also the same. That is, they are equal triangles. അപ്പൊ അവര് പറഞ്ഞില്ലേ, നിങ്ങൾ 6 മെഷർമെന്റ് നോക്കണ്ട, എത്ര എണ്ണം നോക്കിയാൽ മതി? 3 എണ്ണം നോക്കിയാൽ മതി. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തെ വായിച്ചാട്ടെ. അതല്ലേ നമ്മൾ ഈ പാഠത്തിൽ ഒന്നാമത്തെ സെക്ഷനിൽ പഠിച്ചത്. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡുകൾ മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡിനോട് ഈക്വൽ ആയാൽ
ആ രണ്ട് ട്രയാങ്കിളുകളും എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ വായിച്ചാട്ടെ. ടു സൈഡ്സ് ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. അടുത്ത സെക്ഷൻ നമ്മൾ പഠിച്ചു. ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡുകളും അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിനോടും അതിനിടയിൽ ഉണ്ടാകുന്ന ആംഗിളിനോടും ഈക്വൽ ആയാൽ ആ രണ്ട് ട്രയാങ്കിളുകൾ എങ്ങനെയാകും? ഈക്വൽ ആകും. ഓക്കെ, അടുത്തത് വൺ സൈഡ് ആൻഡ് ദി ആംഗിൾ അറ്റ് ഇറ്റ്സ് എൻഡ്സ്. അതാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. ഇപ്പൊ പഠിച്ചത് മൂന്നാമത് പഠിച്ചതാ. രണ്ടാമത് പഠിച്ചത് ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ്, ഒരു വശം, അതിന്റെ രണ്ടറ്റത്തുണ്ടാകുന്ന ആംഗിളുകൾ. മറ്റൊരു ട്രയാങ്കിളിലെ ഒരു സൈഡ്, അതിന്റെ രണ്ടറ്റത്തുണ്ടാകുന്ന ആംഗിളുകളോട് ഈക്വൽ ആയാൽ ആ രണ്ട് ട്രയാങ്കിളുകൾ എന്താകും? നിങ്ങളുടെ മാതാപിതാക്കളും ഞാനും ഒക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇതിനൊക്കെ ചില പേരുണ്ടായിരുന്നു. ആദ്യത്തെ ഇനത്തിൽ ആരാ ഉള്ളത്? മൂന്ന് സൈഡ്. ആരാണ്? അന്ന് ഞങ്ങൾ അതിനെ വിളിച്ചിരുന്ന പേരാണ് എസ് 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 തിയറം. ഈ മൂന്നസ് ശാന്തീഷ് കുമാർ എസ് എന്നുള്ളതിന്റെ എസ് ആണോ? അല്ല. മൂന്നസ് എന്തിന്റെയാണ്? സൈഡ് സൈഡ് സൈഡ്. ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡുകൾ മറ്റൊരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡുകളോട് ഈക്വൽ ആയാൽ ആ രണ്ട് ട്രയാങ്കിളുകൾ എങ്ങനായിരിക്കും? അടുത്ത ആളിന്റെ പേരാണ് എ എസ് എ. എന്തോ ASA? ആംഗിൾ സൈഡ് ആംഗിൾ. ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്തുണ്ടാകുന്ന ആംഗിളുകൾ മറ്റൊരു ട്രയാങ്കിളിലെ ഒരു സൈഡിനോടും അതിന്റെ രണ്ടറ്റത്തുണ്ടാകുന്ന ആംഗിളിനോടും ഈക്വൽ ആയാൽ ആ രണ്ട് ട്രയാങ്കിളുകൾ എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത ആളുടെ പേരെന്തോ? SAS. എന്തുവാ? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളും അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിനും അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ആംഗിളിനോടും ഈക്വൽ ആയാൽ ആ രണ്ട് ട്രയാങ്കിളുകൾ എന്തായിരിക്കും? അപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് അവിടുത്തെ മൂന്ന് സൈഡുകൾ ഈക്വൽ ആണോ നോക്കണം. അല്ലെങ്കിൽ രണ്ട് ആംഗിളും അതിന്റെ കോമൺ സൈഡ്, അല്ലെങ്കിൽ രണ്ട് സൈഡും അതിന്റെ കോമൺ ആംഗിളും. ഇതിൽ ഏതെങ്കിലും സംഗതി അവിടെ കറക്റ്റ് ആകുന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പഴയ പുസ്തകത്തിന്റെ ഭാഷയിലാണെങ്കിൽ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആയിരിക്കും. എന്തായിരിക്കും? ഓൾ സ്റ്റാൻഡപ്പ് വായിച്ചു നോക്കുക. മനസ്സിലാകുന്നവർക്ക് ഇരിക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം. ടെക്സ്റ്റ് നോക്കി വായിച്ചു നോക്കിയാൽ മതി. എത്ര സെക്ഷനാണ്? സെക്ഷൻ 4. ബുക്കൊക്കെ അടച്ചു വെച്ച് ബോർഡിലേക്ക് നോക്കിയിരിക്കുക. എന്താ പേര്? ഐസോസിലസ്. സ്പെല്ലിംഗ് പറഞ്ഞേ. ISO SCELES. സ്പെല്ലിംഗ് കറക്റ്റ് ആണോ? ആണോ? ഐസോസിലസ്. ഐസോസിലസ് ട്രയാങ്കിൾസ്. ഐസോസിലസ് ട്രയാങ്കിൾസ്. ഐസോസിലസ്. ഇത് നിങ്ങൾ നേരത്തെ എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ട്, ഇപ്പൊ പറയില്ലെന്ന് പറയട്ടെ. ഈ പാഠത്തിന്റെ ബേസിക് പഠിപ്പിച്ചപ്പോ നമ്മൾ ട്രയാങ്കിളുകളുടെ ത്രികോണങ്ങളുടെ ക്ലാസിഫിക്കേഷൻ തരംതിരിവ് പഠിച്ചായിരുന്നു. സൈഡിനെ വെച്ചുകൊണ്ട് അല്ലെ, വശങ്ങളെ അടിസ്ഥാനമാക്കി ട്രയാങ്കിളുകളെ, ത്രികോണങ്ങളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഏതൊക്കെയായിരുന്നു? മൂന്ന് സൈഡും ഈക്വലായ ട്രയാങ്കിളിന്റെ ത്രികോണത്തിന്റെ പേര് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. സമഭുജ ത്രികോണം. രണ്ട് സൈഡ് ഈക്വലായ ട്രയാങ്കിളിന്റെ പേര് ഐസോസിലസ് ട്രയാങ്കിൾ. സമപാർശ്വ ത്രികോണം. ഇനി മൂന്ന് സൈഡും ഡിഫറന്റ് ആയ, വ്യത്യാസമായ ട്രയാങ്കിളിന്റെ പേര്, ത്രികോണത്തിന്റെ പേര് സ്കെയിലൻ ട്രയാങ്കിൾ. വിഷമഭുജ ത്രികോണം. അപ്പൊ അതിലെ ആരെയാ നമുക്ക് പഠിക്കാനുള്ളത്? എന്താണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ?
ആ ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡുകൾ എന്തായാൽ ഈക്വൽ ആയാൽ അത്തരം ട്രയാങ്കിളുകളെ, അത്തരം ത്രികോണങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കേ, നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെയുള്ള ഡയഗ്രാം ആണ്. 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ മിരെ 4 സെന്റിമീറ്റർ. അടുത്തത് 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. ടു സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. എന്താണ് ഇതിന്റെയൊക്കെ പ്രത്യേകത? ഒന്നാമത്തെ ട്രയാങ്കിൾ നോക്കിയാൽ അതിലെ രണ്ട് സൈഡുകൾ 3 സെന്റിമീറ്റർ, അടുത്ത സൈഡ് 4. അടുത്തതിനകത്തിലെ രണ്ട് സൈഡുകൾ 6 സെന്റിമീറ്റർ, ഒരു സൈഡ് 2 സെന്റിമീറ്റർ. അടുത്തതിനകത്തിലെ രണ്ട് സൈഡ് 2 സെന്റിമീറ്റർ, ഒരു സൈഡ് 3 സെന്റിമീറ്റർ. അപ്പൊ ചുരുക്കി എങ്ങനെ പറയാം? ഈ 3 ട്രയാങ്കിളുകളിലും രണ്ട് സൈഡുകളുടെ ലെങ്ത് എങ്ങനെയാണ്? രണ്ട് വശങ്ങളുടെ നീളങ്ങൾ തുല്യമാണ്. ഇത്തരം ട്രയാങ്കിളുകളെ, ഇത്തരം ത്രികോണങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം. എന്റെ പുസ്തകത്തിൽ പടത്തിന് താഴെ കണ്ടോ? ഇൻ ഓൾ ദീസ് ട്രയാങ്കിൾസ്, വായിക്കട്ടെ. 2 of the sides are equal. Such triangles are called isosceles triangle. ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. എന്നിട്ട് ബോർഡിൽ കൊടുത്തേക്കുന്ന പടം പേന കൊണ്ട് റഫായിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിന്റെ താഴെയുള്ള സംഗതി അതിന്റെ താഴോട്ട് എഴുതി വെക്കാം. ഇപ്പൊ ഞാൻ ആദ്യം ഒരു ഇക്വിലാറ്ററൽ അല്ല, ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ഒന്ന് ബോർഡിൽ വരയ്ക്കുന്നു. എന്ത് ട്രയാങ്കിൾ വരയ്ക്കുന്നു? വരട്ട് പറയൂ. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ, ഒരു സമപാർശ്വ ത്രികോണം ബോർഡിൽ വരയ്ക്കുന്നു. അയാൾക്ക് ഞാൻ ABC എന്ന് പേര് കൊടുത്തു. എന്ത് പേര് കൊടുത്തു? ABC. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിച്ചോണം. ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വരച്ചേക്കുന്നത്, സമപാർശ്വ ത്രികോണം ആണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വരച്ചു വെച്ചേക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് സൈഡുകൾ ഈക്വലാവും. അപ്പൊ ഞാൻ പറയുന്നു, ഇതിലെ AB-യും AC-യും എങ്ങനെയാണ്? ഈക്വലാണ്. AB-യും AC-യും എങ്ങനെയാണ്? ഇതൂടെ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ മുകളിലത്തെ വെർട്ടക്സ് ആയ, വെർട്ടക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വെർട്ടക്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ശീർഷം എന്ന് പറയുന്നത്. എന്ത് പറയും? തലയും കുത്തി നിൽക്കുന്ന ആസനത്തിന്റെ പേരിട്ടില്ലേ? ശീർഷാസനം. ശീർഷം മീൻസ് തല. ശീർഷം മീൻസ് തല. അപ്പോ ഈ ട്രയാങ്കിളിന്റെ മുകളിലത്തെ ശീർഷമായ വെർട്ടക്സ് ആയ എയിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡായ എതിർവശമായ BC-യുടെ മിഡ് പോയിന്റായ മധ്യബിന്ദുവായ എമ്മിലേക്ക്. അപ്പൊ എമ്മാരാണ് മിഡ് പോയിന്റ്. ആരുടെ? BC-യുടെ മിഡ് പോയിന്റിലേക്ക്, മധ്യബിന്ദുവിലേക്ക് ഞാൻ ഒരു വര വരച്ചു. അതാരാണ്? AM. ആരാണ്? അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. BM ഈക്വൽ MC ആണോ? ഈ BM-ഉം ഈ MC-യും ഈക്വൽ ആണോ? ആണ്. കാരണം ഇത് ആരാണെന്ന് പറഞ്ഞോണ്ട് എന്നോട് വരച്ചു വെച്ചത്. M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് BC. BC-യുടെ മധ്യബിന്ദുവാണ് ആരെന്ന് പറയുന്നത്? M. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ AM എന്ന് പറയുന്ന സൈഡിന് അപ്പം BM-ഉം MC-യും ഈക്വലാണ്. ആ AM എന്ന് പറയുന്ന സൈഡിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതാ രണ്ട് ട്രയാങ്കിളിന്. അതെങ്ങനെ ഇവിടെ രണ്ട് ട്രയാങ്കിളും? ഇതൊരു പേപ്പറിൽ വരച്ചെടുത്തിട്ട് AM-ലൂടെ ഇതിനെ മുറിച്ചാൽ നിങ്ങൾക്ക് എത്ര ട്രയാങ്കിൾ കിട്ടും? ഏതൊക്കെ? AMB-യും AMC-യും കിട്ടത്തില്ലേ? ആ രണ്ട് ട്രയാങ്കിളിലും AM കോമൺ അല്ലേ? അപ്പൊ AM ഈക്വൽ AM ബ്രാക്കറ്റിൽ. അല്പം മുമ്പേ നമ്മൾ അങ്ങോട്ട് പഠിച്ചു നിർത്തിയേ ഉള്ളൂ. വേണ്ടേ?
ഒരു ട്രയാങ്കിളിലെ ഒരു ത്രികോണത്തിലെ 3 സൈഡുകൾ, മറ്റൊരു ട്രയാങ്കിളിലെ മറ്റൊരു ത്രികോണത്തിലെ 3 സൈഡുകളോട് ഈക്വലൈഷൻ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളുകൾ ഏത് രണ്ട് ട്രയാങ്കിളുകൾ? ട്രയാങ്കിൾ എ എം ബി ആൻഡ് ട്രയാങ്കിൾ എ എം സി ആർ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പാഠത്തിന്റെ ആദ്യം ഒരു കാര്യം പഠിച്ചാൽ, ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളുകളും എങ്ങനായിരിക്കും? നോക്കിക്കേ, ഈ എ എമ്മിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? എതിരെ കിടക്കുന്ന ആംഗിൾ ഇതാണ് എ എം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബി. ആംഗിൾ ബിയും ഇതേ എ എം തന്നെ അപ്പുറത്തെ ട്രയാംഗിളും ഇല്ലേ, അതിന് ഈക്വൽ ആയത് ആംഗിൾ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതെന്താണ് എന്ന് ചോദിച്ചാൽ, ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ ഈക്വൽ, ഒരു ട്രയാംഗിളിലെ 2 സൈഡുകൾ എന്തായാൽ? ഈക്വൽ ആയാൽ, then their opposite angles are also equal. രണ്ടും കൂടെ നോക്കിക്കേ, ഈ എ ബി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ അല്ലേ ആംഗിൾ സി? എ സി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ അല്ലേ ആംഗിൾ ബി? അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഐസോസിലസ് ട്രയാംഗിളിലെ 2 സൈഡുകൾ ഈക്വൽ ആവുമല്ലോ, ആണെന്നോ അല്ലെന്നോ? ആ ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഒന്നുകൂടെ, ഒരു ഐസോസിലസ് ട്രയാംഗിളിലെ 2 സൈഡുകൾ എങ്ങനായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആ ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എങ്ങനായിരിക്കും? അപ്പൊ ഐസോസിലസ് ട്രയാംഗിളിന്റെ വേറൊരു പ്രത്യേകത മനസ്സിലായോ? എന്തോ പ്രത്യേകത? ആദ്യം പറഞ്ഞ പ്രത്യേകത എന്തുവായിരുന്നു? 2 സൈഡ് ഈക്വൽ. ഇപ്പൊ കിട്ടിയ പ്രത്യേകത, ആ ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എങ്ങനായിരിക്കും? അപ്പൊ ഇത് നമുക്ക് അങ്ങോട്ട് എഴുതി വെക്കാമല്ലോ. ശരി, ഞാൻ പറയുന്ന പോലെ എഴുതുക. വായിച്ച ചോദ്യം എന്തോ എഴുതി വെച്ചേക്കുന്നേ? എന്തോ ഫാൻ ലൈറ്റ് ഓഫ് ചെയ്തോ? ഓണായി കിടക്കുന്ന സ്വിച്ച് ഏതാണോ അത് ഓഫ് ചെയ്യുക. നോക്കാം, പേജ് നമ്പർ 32 കിടക്കുന്ന ചോദ്യം ഒന്ന് വായിച്ചേ. ഫൈൻഡ് ദി അതർ ആംഗിൾസ് ഇൻ ഈച്ച് ഓഫ് ദി ഐസോസിലസ് ട്രയാംഗിൾസ് ബിലോ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, താഴെ കൊടുത്തിരിക്കുന്ന 4 ട്രയാംഗിളുകളും 4 ത്രികോണങ്ങളും എന്ത് ട്രയാംഗിൾ ആണ്? എന്ത് ത്രികോണമാണ്? ഐസോസിലസ് ട്രയാംഗിൾ ആണ്. ഫൈൻഡ് ദി അതർ ആംഗിൾസ്. എന്താ അവരങ്ങനെ പറയാൻ കഴിയും? ന്യൂജൻ ഭാഷ ചോദിച്ചാൽ എന്താ അങ്ങനെ ഒരു ടോക്ക്? എന്താ അങ്ങനെ ടോക്ക്? ആ 3 പടത്തിനകത്തിലും ഒരാംഗിൾ അവർ തന്നിട്ടുണ്ട്. 4 പേര് 4 പടത്തിലും ഓരോന്നിലും ഓരോ ആംഗിൾ വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാക്കി 2 പേരെ കൂടെ എന്ത് ചെയ്താൽ മതി? അപ്പൊ ഒരെണ്ണം ചെയ്യുന്നതിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, നീ ശ്രദ്ധിക്കുക. ഞാൻ ചിലപ്പോ പടമൊക്കെ വരച്ച് പേരൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. ചിലപ്പോ സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോ പേര് കൊടുക്കാതെ പടം മാത്രം വരച്ച് ആ പടത്തിലോട്ട് തന്നെ എന്ത് ചെയ്യും? ചിലപ്പോ ആംഗിൾ മാർക്ക് ചെയ്യും. 2 ആയാലും സംഗതി ഒന്ന് തന്നെയാണ്. പിന്നെ പേരെന്തിനാ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദേവനാരായണൻ ഇവിടെ വരൂ എന്ന് പറയുമ്പോ ദേവനാരായണൻ ഇവിടെ വരണമെങ്കിൽ ദേവനാരായണൻ എന്ന പേരുള്ള ഒരു കുട്ടി എവിടെ വേണം? ഞാൻ ഈ ക്ലാസ്സിൽ ഇരുന്നിട്ട് പറയണം തങ്കപ്പൻ ഇവിടം വരെ വരൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വരാനില്ല. കാരണം തങ്കപ്പൻ എന്ന് പേരുള്ള ഒരു കുട്ടി എവിടെ ഇല്ല ക്ലാസ്സിൽ. പേരെന്തിനാ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എഴുതി വെച്ച ഒരു ആൻസർ വേറെ ഒരാൾ വായിക്കുമ്പോ നിങ്ങളുടെ ഉദ്ദേശം എഴുതിയ ആളിന് അല്ലെങ്കിൽ വായിക്കുന്ന ആളിന് എന്ത് ചെയ്യണം? മനസ്സിലാകണം. ഓക്കെ, ബോർഡിലേക്ക് നോക്കാം. അപ്പൊ ഒരെണ്ണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബോർഡിൽ സ്റ്റെപ്പ് എഴുതി കാണിച്ചു തരാം. നിങ്ങൾ അതേ മെത്തേഡിൽ ഹലോ, അതേ മെത്തേഡിൽ ആരും ഒന്നും മിണ്ടുന്നില്ല. അതേ മെത്തേഡിൽ എന്ത് ചെയ്യണം? ബോർഡിലേക്ക് നോക്കാം.
ഞാൻ അതിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബോർഡിലേക്ക് എഴുതാൻ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ബുക്കൊക്കെ അടച്ചു വെച്ച് ബോർഡിലേക്ക് നോക്കി. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ഇവിടെ എത്ര ഡിഗ്രിയാ? 30 ഡിഗ്രി. ബോർഡിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരിക്കണം. നിലവിൽ ക്വസ്റ്റ്യൻ അകത്തിൽ ആ ട്രയാങ്കിളിന് എന്തെങ്കിലും പേരുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? പേര് കൊടുക്കും. നമ്മൾ ഈ ട്രയാങ്കിളിന് എന്ത് പേര് കൊടുത്തു? ABC. എന്ത് പേര് കൊടുത്തു? ഇത് ഓൾറെഡി എന്ത് ട്രയാങ്കിൾ ആണെന്ന് അവർ പറയുന്നുണ്ട്? ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന്. ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറയുന്നുണ്ട്. ആര് പറയുന്നുണ്ട്? പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഉണ്ടല്ലോ, പറയുന്നുണ്ടല്ലേ. അപ്പൊ നമ്മൾ എഴുതി വെക്കുന്നു. കൺസിഡർ കൺസിഡർ ഇതല്ല, ഐസോസിലസ് ട്രയാങ്കിൾ ABC. കൺസിഡർ ഐസോസിലസ് ട്രയാങ്കിൾ. ഇത് ഐസോസിലസ് ആകണമെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് സൈഡ് ഈക്വൽ ആകണമല്ലോ. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇതിലെ ഏത് രണ്ട് സൈഡുകളാണ് ഈക്വൽ? AC-യും BC-യും. തിരിച്ചവിടുന്ന് ഇങ്ങോട്ട് പറയാം, CA-യും CB എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പൊ തൊട്ടു മുമ്പേ നമ്മൾ എന്തോ ഒരു നോട്ട് പഠിച്ചില്ലേ? എന്താ നോട്ട് അത് പഠിച്ചത്? ഇപ്പൊ തൊട്ടു മുമ്പ് ഒരു കാര്യം അവിടെ പഠിച്ചു നിർത്തിയ, ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡുകൾ ഈക്വൽ ആയാൽ ആ ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എങ്ങനായിരിക്കും? നോക്കിക്കേ, AC-യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? AC-യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ B, വിച്ച് ഇംപ്ലൈസ് ആംഗിൾ B ഈക്വൽ BC-യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ A. ഇതിൽ ആരെയെങ്കിലും കുറിച്ച് വല്ല ഇൻഫർമേഷൻ നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. ആംഗിൾ A എത്ര? 30. അപ്പൊ ആംഗിൾ B എത്ര വരും? 30 വരും. അപ്പൊ ഇതും 30 ആണ്, ഇതും എത്ര വന്നു? 30 വന്നു. അല്ല, ഇനി ആരെയാ കണ്ടുപിടിക്കണ്ടേ? ആംഗിൾ C. അമ്മ മണിക്കോട് വന്നത്. ഓക്കെ, താങ്ക് യു. ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ C ആണ് കണ്ടുപിടിക്കുക. ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ C. ആംഗിൾ C എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ C എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ട്രയാങ്കിളില് രണ്ട് ആംഗിളുകൾ അറിയാം. മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ C is equal to 180 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി. അപ്പൊ 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി. 180ൽ നിന്ന് 60 കുറച്ചാൽ 170. 120. ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും ആയില്ലേ? ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും ആയോ? എഴുതിയാട്ടെ. പിന്നെ ബുക്കടച്ചു വെച്ചിട്ട് ബോർഡിലേക്ക് നോക്കിയിരിക്കാം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഇവിടെ ശ്രദ്ധിച്ചിരുന്നാലേ വല്ല പറഞ്ഞ പിടി കിട്ടത്തുള്ളൂ. ഞാൻ ആ ട്രയാങ്കിൾ അങ്ങോട്ട് വരച്ചു. ട്രയാങ്കിൾ എന്ത് പേര് കൊടുക്കാൻ പറഞ്ഞായിരുന്നു? DEF. ഇതിൽ ഏത് ആംഗിളാ തന്നേക്കുന്നേ? എഫിലെ ആംഗിൾ. എത്ര ഡിഗ്രി? 40 ഡിഗ്രി. വളരെ 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 ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ എന്തെഴുതും? കൺസിഡർ പറവുള്ളേ ISO SCELES ഐസോസിലസ് ട്രയാങ്കിൾ DEF. അറിയാവുന്ന കാര്യം പറയൂ. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് സൈഡ് ഈക്വൽ ആകണ്ടേ? നിങ്ങളുടെ ഒരു നോട്ടത്തിൽ ഏതൊക്കെ സൈഡ് ഈക്വൽ ആകും? DF, FE അല്ലെങ്കിൽ EF എന്നീ രണ്ട് സൈഡുകൾ എങ്ങനെയാണ്? ഈക്വൽ ആണെങ്കിൽ നമ്മൾ അല്പം മുമ്പേ പഠിച്ച നോട്ട് അനുസരിച്ച് ആ ഈക്വലായ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ് എങ്ങനായിരിക്കണം? വളരെ ശ്രദ്ധിച്ചു പറയണം. DF-ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ EF. EF-ന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ D. ഇത് രണ്ടും എങ്ങനായിരിക്കണം?
പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. കഴിഞ്ഞ കണക്കിനകത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചപ്പോ അതിലെ ഒരാളിനെ നമുക്കറിയായിരുന്നു. ഇവിടെ ആരെങ്കിലും അറിയോ? അശോ, അപ്പൊ പിന്നെന്ത് ചെയ്യും? നമ്മൾ അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കും. ഇത് വിളിക്കുന്നു ഇക്വേഷൻ നമ്പർ, നമുക്ക് അത്ര അറിയത്തുള്ളൂ. നമ്മൾ അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ച് നിർത്തി. കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ ട്രയാങ്കിളിലെ 3 ആംഗിളൂടെ കൂട്ടിയാൽ എത്ര ഡിഗ്രി വരണം? 180 എന്ന് പറഞ്ഞാട്ടെ. ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഇ പ്ലസ് ആംഗിൾ എഫ് ഈക്വൽ എത്ര ഡിഗ്രി? ഉറപ്പാണ്. ഇതിലെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? ഇതൊന്നും എഴുതാൻ ഞാൻ പറഞ്ഞില്ല. ആംഗിൾ എഫ് അറിയാം, എത്ര? 40. അപ്പൊ ഒന്ന് പറഞ്ഞാട്ടെ, ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഇ പ്ലസ് ആംഗിൾ 40യോ 40 ഡിഗ്രി ഈക്വൽ 180 ഡിഗ്രി ആണോ? അപ്പോൾ അങ്ങനാണെങ്കിൽ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു ഇതിന്റെ രണ്ടിന്റെ വില എന്തുവാന്നാ ചോദ്യം. 180 മൈനസ്, അതെങ്ങനെ -40 വന്നേ? ഇപ്പുറത്ത് 40 ആഡ് ചെയ്തേക്കുന്നു, അത് അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം, സബ്ട്രാക്ട് ചെയ്യണം. -40. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ഇ ഈക്വൽ 180 40 കുറച്ചാൽ 140. ഇക്വേഷൻ നമ്പർ ഓക്കെ. ഇവിടെ ഇക്വേഷൻ നമ്പർ 1 എന്തുവാടെ പറയുന്നേ? ആംഗിൾ ഇയും ആംഗിൾ ഡിയും ഈക്വല. അതായത് ഈയുടെ അളവ് എന്താണോ അത് തന്നെയാണ് ആരുടെയും അളവ്. ഉറപ്പാണേ. ഇവിടെ എന്ത് എഴുതി വെച്ചേക്കുന്നേ? ആ ഡിയും ഇയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 140 കിട്ടണം. രണ്ട് ഇവിടെ പറഞ്ഞേക്കുന്നു ഇവര് രണ്ടുപേരും ഈക്വലാണ്. ഇവിടെ പറയുന്നു ആ ഈക്വലായ രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന്? 140 കിട്ടും. രണ്ടുപേര് ഈക്വലായ രണ്ടുപേരെ കൂട്ടുമ്പോൾ 140 കിട്ടും. അപ്പൊ ഓരോരുത്തരും എത്ര വെച്ച്? 70. അപ്പൊ ഫ്രം ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 implies, ബോഡി നോക്കിയിരിക്കാം, ആംഗിൾ ഡി ഈക്വൽ ആംഗിൾ ഇ ഈക്വൽ 140ന്റെ പകുതിയായ എത്ര വരും? 70 വരും. അപ്പോഴല്ലേ ആംഗിൾ ഡിയും ആംഗിൾ ഇയും ഈക്വലും. അവരെ രണ്ടുപേരെയും കൂടെ കൂട്ടിയാൽ 70 കൂടെ കൂട്ടുമ്പോ എത്ര വരും? 140 വരും. ഐഡിയ പിടി കിട്ടിയോ? എവിടെ പിടി കിട്ടാത്ത? എവിടെ മനസ്സിലാകുന്നത് പറയൂ? എവിടെയാണ് കുട്ടിക്ക് മനസ്സിലാകുന്നത് പറയൂ? ഇത് പിടി കിട്ടിയായിരുന്നു? പിടി കിട്ടി. ഇത് 3 കൂടെ കൂട്ടിയാൽ 180 കിട്ടും എന്നുള്ള കാര്യം അറിയാവോ? അതിൽ ഒരാളിനെ നമുക്കറിയാം എത്രയാണ്. അപ്പൊ ബാക്കി രണ്ടുപേരും കൂടെ കൂട്ടി എത്ര കിട്ടണം? 140 കിട്ടണം. 140 40 കൂട്ടിയാലല്ലേ 180 വരുത്തുള്ളൂ. ഇവിടെ വരെ ഓക്കെ ആണോ? ഇതിന്റെ അർത്ഥം എന്തുവാ? ആംഗിൾ ഇയും ആംഗിൾ ഡിയും ഈക്വലാണ്. ഇതിന്റെ അർത്ഥം എന്തുവാ? അത് രണ്ടും കൂടെ കൂട്ടുമ്പോ 140 കിട്ടണം. ഐശ്വര്യക്ക് എത്ര വയസ്സുണ്ട്? 13. മാടത്തെ എത്ര വയസ്സുണ്ട്? 13 എന്ന് കൂട്ടി. നിങ്ങളുടെ രണ്ടുപേരുടെ വയസ്സുകൾ ഈക്വലാണ്. രണ്ടുപേരുടെയും കൂടെ വയസ്സ് കൂട്ടിയാൽ 26 കിട്ടും. അപ്പൊ ഓരോരുത്തർക്കും എത്ര വയസ്സ്? 26ന്റെ പകുതിയായ 13. അത്രയേ ഉള്ളൂ കാര്യം. ഈ രണ്ട് ആംഗിളുകൾ ഈക്വലായ രണ്ടുപേരെ കൂട്ടിയപ്പോ 140 കിട്ടി. അപ്പൊ ഓരോരുത്തരെ എങ്ങനെ കണ്ടുപിടിക്കും? 140ന്റെ പകുതി എടുത്താൽ 70. ആൻസർ ആയില്ലേ? ആൻസർ ആയോ? എഴുതിയാൽ